ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജൈവകൃഷിയുടെ ആഗോള കേന്ദ്രമായി രാജ്യം മാറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണേന്ത്യൻ ജൈവകൃഷി ഉച്ചകോടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി കോയമ്പത്തൂരിൽ നിർവഹിച്ചു. കേരളത്തിൽ SIR നടപടികൾ വേഗത്തിലാക്കാൻ ബൂത്ത് ലെവൽ ഓഫീസർമാർ പ്രധാന പങ്കാണ് വഹിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. SIR സംബന്ധിച്ച ഹർജികൾ സുപ്രീംകോടതി മറ്റന്നാൾ പരിഗണിക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. നാമനിർദ്ദേശ പത്രികകൾ മറ്റന്നാൾ വൈകുന്നേരം 3 വരെ സമർപ്പിക്കാം. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. സ്പോട്ട് ബുക്കിംഗ് തിങ്കളാഴ്ച വരെ 5000 കുറയ്ക്കാൻ നിർദ്ദേശിച്ച് ഹൈക്കോടതി. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ജൈവകൃഷിയുടെ ആഗോള കേന്ദ്രമായി രാജ്യം മാറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണേന്ത്യൻ ജൈവകൃഷി ഉച്ചകോടിയുടെ ഉദ്ഘാടനം കോയമ്പത്തൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങൾ കാർഷിക മേഖലയിലേക്ക് എത്തുന്നത് രാജ്യത്ത് വലിയ ഉണർവ് സൃഷ്ടിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. കൃഷിരീതികൾ ആധുനികവൽക്കരിക്കാനും കാർഷിക കയറ്റുമതി ഇരട്ടിയാക്കാനും നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. मैं तमिलनाडु के सभी किसान साथियों को साउथ इंडिया नेचुरल फार्मिंग समिट के इस अभूतपूर्व आयोजन के लिए शुभकामनाएं देता हूं. मुझे बहुत किसानों से बातचीत करने का सौभाग्य मिला. कोई मैकेनिकल इंजीनियरिंग करके PhD करके खेती कर रहा है और खुद खेती करता है. इतना ही नहीं, अनेक किसानों को वो तैयार कर रहे हैं, नौजवानों को ट्रेन कर रहे हैं. अगर मैं आज इस कार्य में न आया होता तो मैंने मेरी जिंदगी में बहुत कुछ गंवाया होता. PM കിസാൻ പദ്ധതിയുടെ 21ാം ഗഡുവും പ്രധാനമന്ത്രി ചടങ്ങിൽ കർഷകർക്ക് കൈമാറി. കേരളത്തിൽ SIR നടപടികൾ വേഗത്തിലാക്കാൻ ബൂത്ത് ലെവൽ ഓഫീസർമാർ പ്രധാന പങ്കാണ് വഹിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. BLOമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന ഘടകമാണെന്നും ഇവരുടെ കൃത്യമായ പ്രവർത്തനത്തിലൂടെ ഇതുവരെ 5 ലക്ഷത്തോളം പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോമുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചതായും അദ്ദേഹം അറിയിച്ചു. BLOമാർക്ക് ബുദ്ധിമുട്ടില്ലാതെ ജോലി ചെയ്യാൻ എല്ലാ സൌകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട്. BLOമാരുടെ ജോലി തടസ്സപ്പെടുത്താൻ ആർക്കും അവകാശമില്ലെന്നും ഇത്തരം നടപടികൾ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടുന്ന കുറ്റമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. BLO അനീഷ് ജോർജിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ അദ്ദേഹം കുടുംബത്തിന് എല്ലാ പിന്തുണയും അറിയിച്ചു. കേരളത്തിലെ സംക്ഷിപ്ത വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച ഹർജികൾ സുപ്രീംകോടതി മറ്റന്നാൾ പരിഗണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ SIR നടപടിക്രമങ്ങൾ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാരും മുസ്ലിം ലീഗുമടക്കം സുപ്രീംകോടതിയെ സമീപിച്ചത്. 2 പ്രക്രിയകളും ഒരുമിച്ച് നടത്തുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി മുസ്ലിം ലീഗ് അഭിഭാഷകൻ ഹാരിസ് ബീരാൻ കോടതിയെ അറിയിച്ചതോടെയാണ് അടിയന്തരമായി വാദം കേൾക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. ഇന്നലെ വരെ 7000-ഓളം പേർ പത്രിക സമർപ്പിച്ചു. പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ വൈകുന്നേരം 3 മണിക്ക് അവസാനിക്കും. സൂക്ഷ്മ പരിശോധന 22-ന് നടക്കും. അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. 13-നാണ് വോട്ടെണ്ണൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണവും സംസ്ഥാനത്ത് ഊർജിതമായി പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും വീടുകളും തോറും കയറിയിറങ്ങിയുള്ള പ്രചാരണവും വാർഡുകളിൽ സജീവമായി തുടരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പൂർണ്ണ സുതാര്യത ഉറപ്പാക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. മാതൃകാ പെരുമാറ്റച്ചട്ടം കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് പൊതുനിരീക്ഷകർ ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പൊതുനിരീക്ഷകരുടെ ആദ്യ യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു കമ്മീഷണർ. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും മതിയായ സൌകര്യം ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇത് 10ാം തവണയാണ് അദ്ദേഹം ബീഹാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. പട്നയിലെ ഗാന്ധി മൈതാനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. ഇന്ന് ചേർന്ന NDA നിയമസഭാ കക്ഷിയോഗം നിതീഷ് കുമാറിനെ നേതാവായി തെരഞ്ഞെടുക്കുകയായിരുന്നു. JDU BJP നിയമസഭാ കക്ഷിയോഗവും ഇന്ന് ചേർന്നു. സമ്രാജ് ചൌധരിയാണ് BJPയുടെ നിയമസഭാ കക്ഷി നേതാവ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 243-ൽ 202 സീറ്റ് സ്വന്തമാക്കിയാണ് NDA അധികാരത്തിലെത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. സ്പോട്ട് ബുക്കിംഗ് നാളെ മുതൽ തിങ്കളാഴ്ച വരെ 5000 ആക്കി കുറയ്ക്കാൻ ഹൈക്കോടതി ഇന്ന് നിർദ്ദേശം നൽകി. തീർത്ഥാടകർ ദർശനം ലഭിക്കാതെ തിരികെ പോകേണ്ടി വന്നത് ഏറെ ഖേദകരമായ കാര്യമാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ഇന്ന് വൈകിട്ട് 5 വരെയുള്ള കണക്കു പ്രകാരം 64,525 പേരും സ്പോട്ട് ബുക്കിംഗ് വഴി 10,434 പേരും ദർശനം നടത്തി. ശബരിമലയിൽ തീർത്ഥാടന മുന്നൊരുക്കങ്ങൾ പാളിയതിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തിയെന്നു മാത്രമല്ല, നാളെ മുതൽ തിങ്കൾ വരെ സ്പോട്ട് ബുക്കിംഗ് 5000 നിജപ്പെടുത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലൊക്കെ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി നിലയ്ക്കലിൽ നിന്ന് സ്പോട്ട് ബുക്കിംഗിന് 7 കൌണ്ടറുകളും ഒരുക്കി ഇത്തരത്തിലെത്തുന്നവരെ നിയന്ത്രിതമായി പമ്പയിലേക്ക് കടത്തിവിടുന്നതും കേന്ദ്രസേനയെ സന്നിധാനത്തും നടപ്പന്തലിലും വിന്യസിച്ചതുമെല്ലാം തിക്കും തിരക്കും ഒഴിവാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ശബരിമലയിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ആദ്യ സംഘത്തെ വിന്യസിച്ചു. 30 അംഗ സംഘമാണ് സന്നിധാനത്തെത്തിയത്. ചെന്നൈയിൽ നിന്നുള്ള 38 അംഗ സംഘവും ഇന്ന് രാത്രിയോടെ എത്തും. 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ ഗോവയിൽ തിരിതെളിയും. ബ്രസീലിയൻ ചിത്രം ദ ബ്ലൂ ട്രെയിൽ ആണ് ഉദ്ഘാടന ചിത്രം. ഈ മാസം 28 വരെ നീളുന്ന മേളയിൽ 80-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 270-ലധികം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഡ്രഗ്സ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനകളിൽ 2 ലക്ഷത്തിലധികം രൂപ വിലയുള്ള വ്യാജ മരുന്നുകൾ പിടിച്ചെടുത്തു. ആസ്മ രോഗികൾ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന സെറിഫ്ലോ റോട്ടാക്യാപ്സ് 250 ഇൻഹേലറിന്റെ വ്യാജ മരുന്നാണ് കണ്ടെത്തിയത്. വ്യാജമരുന്ന് വിൽപ്പനയ്ക്കായി സ്റ്റോക്ക് ചെയ്തിരുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് തിരുവനന്തപുരം ബാലരാമപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആശ്വാസ് ഫാർമ, തൃശൂർ പൂങ്കുന്നം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെഡ്വേൾഡ് ഫാർമ എന്നീ സ്ഥാപനങ്ങൾക്കെതിരെ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നിയമ നടപടികൾ സ്വീകരിച്ചു. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഇടമാണ് ഗ്യാപ്പ് റോഡ്. കോടമഞ്ഞും മലനിരകളും കൂടാതെ ഇവിടെ പഴമയുടെ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്: മലയിൽ കള്ളൻ ഗുഹ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മൂന്നാർ ഗ്യാപ്പ് റോഡിലെ വ്യൂ പോയിന്റിന് തൊട്ട് മുമ്പ് വലതുവശത്തായാണ് മലയിൽ കള്ളൻ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്തെ കള്ളന്മാരുടെ വാസസ്ഥലമായിരുന്നു ഈ ഗുഹയെന്നാണ് ഐതിഹ്യം. ഗ്യാപ്പ് റോഡ് നവീകരിച്ചപ്പോഴും പഴമ പേറുന്ന ഗുഹ സംരക്ഷിച്ചു. സമീപത്തുണ്ടായ വലിയ മലയിടിച്ചിലിലും ഗുഹയ്ക്ക് പുറമെ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഗ്യാപ്പ് റോഡിന്റെ ഭംഗി ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് മലയിൽ കള്ളൻ ഗുഹ ഒരു പുതുമയാർന്ന കാഴ്ചയാണ്. ഗുഹ നവീകരിച്ചാൽ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കുമെന്ന അഭിപ്രായവും ശക്തമായുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപ ലക്ഷദ്വീപ മഹോത്സവത്തിന് നാളെ തുടക്കമാകും. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപ മഹോത്സവം ജനുവരി 14 ലക്ഷദ്വീപത്തോടെയാണ് സമാപിക്കുക. മുറജപത്തിന്റെ ആദ്യ ദിവസത്തെ ചടങ്ങിൽ തെലുങ്ക് ചലച്ചിത്രതാരം റാണ ദിഗുപതി പങ്കെടുക്കും. ഭീമാപ്പള്ളി ഉറൂസ് മഹോത്സവത്തിന്റെ ആദ്യ ദിവസമായ ഈ മാസം 22 തിരുവനന്തപുരം നഗരസഭാ പരിധിയിലുള്ള സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ ഒഴികെയുള്ള നഗരസഭാ പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മുൻ നിശ്ചയിച്ചിട്ടുള്ള പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കില്ല. കന്യാകുമാരി തീരത്തെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വെർച്വൽ ക്യൂ പാസ് ഉണ്ടായിട്ടും ഭക്തരുടെ അഭൂതമായ തിരക്ക് മൂലം ശബരിമലയിൽ ദർശനം നടത്താൻ കഴിയില്ലെന്ന് കരുതി മടങ്ങിയ മുതിർന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സംഘത്തിന് സുഗമ ദർശനമൊരുക്കി കേരള പോലീസ്. കല്ലമ്പലത്ത് നിന്നുള്ള 8 അംഗ സംഘത്തിനാണ് ADGP S. ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ദർശന സൗകര്യമൊരുക്കിയത്. വെർച്വൽ ക്യൂ പാസ് എടുത്ത് കൃത്യമായ ദിവസം എത്തുന്ന എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കുമെന്നും ADGP പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജൈവ കൃഷിയുടെ ആഗോള കേന്ദ്രമായി രാജ്യം മാറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണേന്ത്യൻ ജൈവ കൃഷി ഉച്ചകോടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി കോയമ്പത്തൂരിൽ നിർവഹിച്ചു. കേരളത്തിൽ SIR നടപടികൾ വേഗത്തിലാക്കാൻ ബൂത്ത് ലെവൽ ഓഫീസർമാർ പ്രധാന പങ്കാണ് വഹിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. SIR സംബന്ധിച്ച ഹർജികൾ സുപ്രീംകോടതി മറ്റന്നാൾ പരിഗണിക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. നാമനിർദ്ദേശ പത്രികകൾ മറ്റന്നാൾ വൈകുന്നേരം 3 മണിവരെ സമർപ്പിക്കാം.
ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. സ്പോട്ട് ബുക്കിംഗ് തിങ്കളാഴ്ച വരെ 5000 ആക്കി കുറയ്ക്കാൻ നിർദ്ദേശിച്ച് ഹൈക്കോടതി. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.